വെറുതെ ഒരു പ്രവൃത്തിയല്ല, ഔദാര്യം നിങ്ങളുടെ ജീവിതശൈലിയായി മാറട്ടെ. ഈ ആഴ്ചയിലെ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് തന്നെ മടങ്ങാം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം സ്നേഹിച്ചു. ദാനം എന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് ഒരു ജീവിത രീതിയാണ്. ദൈവം നിരന്തരം നൽകുന്നു. കൃപ, കരുണ, ശക്തി, കരുതൽ. അവന്റെ മക്കളെന്ന നിലയിൽ നമ്മൾ അതേ രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഉദാരമായ ജീവിതം വീടുകളെയും പള്ളികളെയും സമൂഹങ്ങളെയും സ്വാധീനിക്കുന്നു. ദാനം നമ്മുടെ ജീവിതശൈലിയായി മാറുമ്പോൾ നമ്മൾ ആത്മീയമായി വളരുന്നു. ബന്ധങ്ങൾ ആഴമുള്ളതാകുന്നു. ദൈവരാജ്യം പുരോഗമിക്കുന്നു. ഉദാഹരണത്തിന്, ഒഴുകുന്ന നദി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അത് പുതുമയുള്ളതായി തുടരുന്നു. എന്നാൽ നിശ്ചലമായ വെള്ളം നിർജീവമായി മാറുന്നു. ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ആത്മീയമായി പുതുമയുള്ളതും സജീവവുമായി തുടരുന്നു. ഔദാര്യം എൻ്റെ ദൈനംദിന ജീവിതശൈലിയായി രൂപപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കാം. കൃപയുള്ള പിതാവേ, ഏറ്റവും വലിയ ദാനത്തിന് നന്ദി. എൻ്റെ ഹൃദയത്തെ ഉദാരമായ ഹൃദയമാക്കി മാറ്റുക. ദാനം എൻ്റെ ജീവിതശൈലിയും ആരാധനയുമായി മാറട്ടെ. എൻ്റെ ജീവിതം എപ്പോഴും നിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ആമേൻ.